ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയും ഗ്യാങ്ങിനെയാണ് കേട്ടോ. എടാ നെഗറ്റീവ് കോന്താ, എന്താ നമ്മുടെ ചങ്കിൻ്റെ അടിയാ? നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വരാൻ പറഞ്ഞു, എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞു. അപ്പം ദേണ്ട നമ്മുടെ ധ്രുവനും അതുപോലെ തന്നെ ചിങ്കിടികളും വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ധ്രുവൻ അപ്പുറത്ത് നിൽക്കുന്നു, ഇവന്മാരാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഷാനും പറയാണ്, എന്നോടും വരാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതാ മെസ്സേജ് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ മച്ചാന് എന്തോ ഒരു സ്കെച്ച് മനസ്സിലുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം മച്ചാന്മാരെ, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല മച്ചാനെ, എന്താ നിൻ്റെ പ്ലാൻ? അതെ, ശങ്കർ ഭായ് ഗൗരി ഉപേക്ഷിച്ചിട്ടോ, ഇനി നമുക്ക് എന്ത് വേണേൽ ചെയ്യാട്ടോ. ഇവൻ പറഞ്ഞത് കറക്റ്റാ എന്ന് പറഞ്ഞു. ഗൗരിക്കിട്ട് പണി കൊടുക്കുന്നെങ്കിൽ ഇത് പറ്റിയ സമയമാണ്, വേഗം ചെല്ല് എന്ന് പറഞ്ഞു അഫ്സൽ. ഓ, നീ നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ, കറക്റ്റ് ടൈമിൽ തന്നെ പറഞ്ഞല്ലോ. എടാ, ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ എന്ന് പറഞ്ഞു. എന്ത് സത്യം? എടേ, ഇനി നമ്മൾ ഗൗരി എന്ത് ചെയ്താലും അവർ ശങ്കർഭായി ഇടപെടില്ല, അവർ തമ്മിൽ തല്ലിപ്പിരിയും. പക്ഷേ നിനക്കിതുവരെ ശങ്കർഭായിയെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് നീക്ക് ഇങ്ങനെ പറയണത് എന്ന് പറഞ്ഞു. എടാ നെഗറ്റീവ് കോന്താ, എന്താ വേണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം, നിനക്കൊന്ന് വാടിച്ച് നിൽക്കാൻ പറ്റുമോ? അത്രയെങ്കിലും ചെയ്യാവോ എന്ന് ചോദിച്ചു. എടാ ഷാനെ, ഇവൻ നമ്മുടെ കൂടെ തന്നെ നിൽക്കും, പക്ഷെ നെഗറ്റീവ് ഡയലോഗ് സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതല്ലേ നമ്മുടെ നെഗറ്റീവ് കോന്തൻ്റെ സ്പെഷ്യാലിറ്റി. എടാ, നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ശങ്കർ ഭായിയും ഗൗരിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ഗൗരിക്ക് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശങ്കർ ഭായ് വെറുതെ ഇരിക്കില്ല, അത് നീ ആദ്യം മനസ്സിലാക്കുക, അങ്ങേരെ ഇടപെടും, അത് ഉറപ്പാ എന്ന് പറഞ്ഞു. എന്നാ നീ കേട്ടോ, ഇനി ഒരു കാരണവശാലും ഗൗരിയുടെ ഒരു കാര്യത്തിലും ശങ്കർ ഭായ് ഇടപെടില്ല എന്ന് പറഞ്ഞു ഷാൻ. ഗൗരി ഇപ്പോൾ ഫുൾ ഫ്രീയാ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. ഗൗരിക്കൊരു പ്രശ്നം ഉണ്ടായി എന്ന് നമ്മുടെ ശങ്കർ ഭായ് അറിഞ്ഞാൽ അങ്ങേരതിൽ ഇടപെടും എന്ന് തന്നെ അപ്പോൾ ധ്രുവനും പറയണം. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? എന്തൊക്കെ വഴക്കും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ അവർക്കിടയിൽ ഉണ്ടെങ്കിലും ശങ്കർ ഭായിയെ സംബന്ധിച്ചിടത്തോളം ശങ്കർ ഭായിയുടെ വടക്കുനാഥൻ അങ്ങേർക്ക് നൽകിയ ഗിഫ്റ്റാണ് ദേ ഈ ഗൗരി എന്ന് പറയണത്. മനസ്സിലായോ നമ്മുടെ ഏട്ടത്തിയമ്മ? അപ്പോൾ ധ്രുവൻ ഇങ്ങനെ പറയാം, അങ്ങനെയുള്ളൊരു ഏട്ടത്തിയമ്മയെ ശങ്കർ ഭായി വിട്ടുകളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും വിട്ടുകളയില്ല. അയാൾ ഗൗരിക്കും ഇടയിലും ശങ്കർ ഭായിക്കും ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം അധികകാലമൊന്നും നീണ്ടു നിൽക്കില്ല. ശങ്കർ ഭായി എങ്ങനെയെങ്കിലും അത് കോംപ്രമൈസ് ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്നാണോ മച്ചാൻ പറയണത്? സംഭവം അത് തന്നെ. അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എടാ അഫ്സലേ, അത് വേണ്ട, അതുമാത്രം വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ നീ തന്നെയല്ലേ പറഞ്ഞത് ഗൗരിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ശങ്കർ ഭായി ഇടപെടുമെന്ന്? ശങ്കർ ഭായിയും ഗൗരിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇത് എന്ത് റിസ്ക് എടുത്തും ശങ്കർ ഭായി കോംപ്രമൈസ് ചെയ്യുമെന്നും. അതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു കോംപ്രമൈസിലേക്ക് കാര്യങ്ങളെത്താൻ കുറച്ച് സമയമെടുക്കും. ആ സമയം അതുവരെ നമുക്ക് സമയമുണ്ടടാ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതുവരെ നമുക്ക് സമയമുണ്ടെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് അത്രയും സമയം തന്നെ ധാരാളം ഷാനേ. മച്ചൻ എന്താ ചെയ്യാൻ പോണത്? ഞാനൊരു കല്യാണം കഴിക്കാൻ പോവാ എന്ന് പറഞ്ഞു ധ്രുവൻ. ഇങ്ങനെ ഇപ്പോൾ കുറച്ചു കാലം ആയില്ലേ, ഇനിയിപ്പോൾ ലൈഫ് ഒന്ന് സെറ്റാവട്ടെ വേണം. അതെ, ലൈഫ് സെറ്റാക്കണം എന്ന് തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് ഞാനൊരു കല്യാണം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞു. നന്നായടാ. അതെ, ശിവാനിയെ മറന്ന് നീ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. ഈ പ്രശ്നങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ആ പെൺകുട്ടിക്കൊപ്പം നീ ജീവിക്കണം. മച്ചാനെ അഫ്സലേ, എന്താണെന്നറിയോ, ഈ ധ്രുവൻ ലൈഫിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ, അതെൻ്റെ ശിവാനിയെ മാത്രമാണ്. എൻ്റെ മരണം വരെ ഞാൻ അവളെ മറക്കേയില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നീ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞതോ? അത് നമ്മുടെ പ്രൊഫസർ ശ്യാമപ്രസാദ് സാറിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാടാ. പ്രൊഫസറെ സഹായിക്കാനോ? മച്ചാൻ വെറുതെ കൺഫ്യൂഷനാക്കല്ലേ, കാര്യം പറ. അതെ മച്ചാൻ, എന്തിനാ പ്രൊഫസറെ സഹായിക്കുന്നത്? ധ്രുവ, നീ എന്താ ചെയ്യാൻ പോണത്? ഞാൻ സഹായിക്കാൻ പോവാടാ. ശരിക്കും നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളുടെ വിവാഹം എന്ന് പറയണത് അവർക്ക് എപ്പോഴും ടെൻഷനുള്ള ഒരു കാര്യമാണ്. നല്ലൊരു പയ്യനെ കിട്ടണം, പിന്നെ നല്ലൊരു കുടുംബമായിരിക്കണം, പിന്നെ സ്ത്രീധനത്തിൻ്റെ കാര്യം നോക്കണം, അവരുടെ ആ പെൺകുട്ടി നന്നായിട്ട് ജീവിക്കുമോ, ആ പയ്യൻ എങ്ങനെയാണ്, അവന് വിദ്യാഭ്യാസം ഉണ്ടോ, അങ്ങനെയെല്ലാം ഒരു 100 കൂട്ടം കാര്യങ്ങൾ അവർ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. അത് നിനക്കറിയോ? ഇതൊക്കെ പെൺകുട്ടികളെ വീട്ടുകാരെ സംബന്ധിച്ച് ടെൻഷൻ തന്നെയുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രൊഫസർ സാറിന് ഒരു ടെൻഷനില്ലാതെ ഇനി ആ ടെൻഷനേ ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അതുകൊണ്ട് ആരതിയെ ഞാനങ്ങ് കല്യാണം കഴിക്കാമെന്ന് ഞാൻ സീരിയസ് ആയിട്ട് ഞാനങ്ങ് തീരുമാനിച്ചു. ധ്രുവ, നീ തമാശ പറയണോ? എടാ അപ്സലെ, ഞാൻ തമാശ പറയുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. തോന്നുന്നോ ഷാനെ? ഇല്ല മച്ചാനെ എന്ന് പറഞ്ഞു. നിനക്ക് തോന്നുന്നോ വിവേകെ എന്ന് ചോദിച്ചു. ഒരു തവണ നീ നമ്മുടെ ആരതിയെ പെണ്ണാലോചിച്ച് പോയത് മറന്നിട്ടില്ലല്ലോ? ഒന്നും മറന്നിട്ടില്ല. അന്നുണ്ടായ നാണക്കേട് ഞാൻ മറന്നിട്ടില്ല. ആരതിയോട് മാപ്പ് പറഞ്ഞതും ഞാൻ മറന്നിട്ടില്ല. പ്രൊഫസർ ശ്യാമപ്രസാദ് ആരതിയെ എൻ്റെ ഈ കൈകളിൽ പിടിച്ചേൽപ്പിക്കും. നീയൊക്കെ കണ്ടോ അത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മച്ചാനെ, ഇതൊക്കെ നടപ്പുവശമുള്ള കാര്യമാണോ? ശ്യാമപ്രസാദിൻ്റെ മകൾ ആരതിയെ എനിക്ക് വിവാഹം ചെയ്തു തരുമെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. എനിക്ക് തരാനുള്ള സ്ത്രീധനത്തിൽ നിന്ന് കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് ഇപ്പം തന്നെ പ്രൊഫസറുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോവാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ പേടിച്ചിരിക്കുക കേട്ടോ. പ്രൊഫസർ ആ പണം എനിക്ക് നൽകി കഴിയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമല്ലോ, എൻ്റെയും ആരതിയുടെയും വിവാഹം നടക്കുമെന്ന് നിങ്ങൾക്കൊക്കെ വിശ്വാസം വരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. എങ്കിൽ കേട്ടോ, എല്ലാം കേട്ട് തന്നെ ഇരുന്നോ. എൻ്റെ ഫാദറിലോ പ്രൊഫസർ ശ്യാമപ്രസാദ് സർ ഞാൻ ചോദിക്കുന്ന പണം എനിക്ക് തന്നേ പറ്റൂ. അതിനുള്ള വഴി അല്ലാതെ പ്രൊഫസർക്ക് യാതൊരു വഴിയും മുന്നിലില്ലെന്നേ. അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ ആരതിനെയും അതുപോലെ തന്നെ ഗൗരീനെയാണ്. അപ്പോൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. മോളെ ആരതി, നീ എന്തിനാ പേടിക്കുന്നത്? ഈ മുറിവൊന്ന് ഡ്രസ്സ് ചെയ്താൽ മാത്രം പോരെ? ഡ്രസ്സ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ പിന്നെ ഡോക്ടറെ എന്തിനാ കാണുന്നത്? മുറിവ് ഡോക്ടറെ കാണിക്കട്ടെ എന്ന് ചോദിച്ചു. ചേച്ചി, സ്റ്റിച്ച് ഇടാൻ പറയുമോ? എന്തിനാ? ചെറിയൊരു മുറിവല്ലേ, അതിനിപ്പോൾ എന്തിനാ സ്റ്റിച്ച് ഇടുന്നത് എന്ന് ചോദിച്ചു. സ്റ്റിച്ച് ഇടാൻ പറയുകയാണെങ്കിൽ എന്നെ മയക്കി കിടത്തിയിട്ടേ സ്റ്റിച്ച് ഇടാൻ സമ്മതിക്കുമോ? സ്റ്റിച്ച് ഇടാനൊന്നും പറയില്ല, ചെറുപ്പൊരു ഇഞ്ചക്ഷൻ എടുക്കും, അത്രയേ ഉള്ളൂ. അയ്യോ, അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചു. പിന്നെ TT എടുക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് TT വേണ്ട ചേച്ചി, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ചിരിക്കാം. ചേച്ചി, നമുക്ക് തിരിച്ചു പോകാം പ്ലീസ്. മുറിവിൽ എന്തെങ്കിലും ഓൾമെൻ്റ് ഇട്ടാൽ മതി, അത് മാറിക്കോളും. ഇഞ്ചക്ഷൻ വേണ്ട പ്ലീസ് ചേച്ചി. നിനക്ക് TT വേണ്ടെങ്കിൽ വേണ്ട, എന്നാൽ ഒരു കാര്യം ചെയ്യാം. അപ്പം സമ്മതിച്ചല്ലോ? ഉറപ്പാണോ? ഡോക്ടറോട് പറയുമല്ലോ? പറയാം എന്ന് പറഞ്ഞു. അവസാനം കാലുമായോ? നിനക്ക് ഇഞ്ചക്ഷൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞോളാം, പോരെ? ഗൗരിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. അപ്പോൾ അച്ഛനാന്ന് പറഞ്ഞ് ഫോൺ പെട്ടെന്ന് എടുത്തു. മോളെ, ആരതിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അച്ഛൻ പേടിക്കൊന്നും വേണ്ട, ചെറിയൊരു മുറിവേ ഉള്ളൂ, ഒരു TT എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. ചോര ഒരുപാട് പോയി എന്ന് നന്ദിനി പറഞ്ഞല്ലോ, അപ്പോൾ മുറിവ് ആഴമുള്ളതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. ഇല്ലച്ചാ, അവളൊന്ന് പേടിച്ചു പോയി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് പോയത്? ഓട്ടോയിലാണോ? ഒരു ഓട്ടോ കിട്ടി. മോൾ എന്താ എന്നെ വിളിക്കാഞ്ഞത്? നമുക്ക് കാറിൽ അങ്ങ് പോയാൽ പോരായിരുന്നോ? അച്ഛൻ ഉറങ്ങാൻ കിടന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ അച്ഛാ. എങ്കിലും ചെറിയൊരു മുറിവ് തന്നെയാണല്ലോ അല്ലേ? അച്ഛനിങ്ങനെ ടെൻഷൻ ആവണ്ട, ആരതിക്ക് വേറൊരു കുഴപ്പമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. അച്ഛൻ വരേണ്ട കാര്യമൊന്നുമില്ല. TT എടുത്ത് മുറിവും ഡ്രസ്സ് ചെയ്തിട്ട് ഞങ്ങളതേ അങ്ങോട്ടേക്ക് തന്നെ വന്നോളാന്നേ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ സിസ്റ്റർ വന്ന് ആരതി എന്ന് വിളിച്ചു. ആരതിയുടെ പേര് വിളിച്ചു. ഞാൻ ഫോൺ കട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗൗരി ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ആരതിയായിട്ട് അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ചേച്ചി, ഇഞ്ചക്ഷൻ വേണ്ടാന്ന് പറയുമോ? പറയാം, നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ആരതിയും കൂട്ടിക്കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് ഡോക്ടറുടെ അടുത്ത് ചെന്ന് തന്നെ ഡോക്ടർ എന്ന് വിളിച്ചു. അപ്പോൾ വേഗം തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇവർക്കൊരു ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയി. പെട്ടെന്ന് നവീൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്, നവീൻ്റെ അതേ രൂപവും ഭാവവും ഒക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് ഡോക്ടറെ കേട്ടോ. അപ്പോൾ ഡോക്ടർ കൈയൊക്കെ കഴുകിയിട്ട് നേരെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുടെ നേരെ അകത്തേക്ക് കയറി ചെന്നു. അല്ല, ആരതി ആരാണ് എന്ന് ചോദിച്ചു. ഇതാ ആരതി എന്ന് പറഞ്ഞു. ഇതെൻ്റെ സിസ്റ്ററാണ്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, എന്നെ നിങ്ങൾ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു ആരതി ചാടിക്കയറി. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ അറിയാതെ ഇത്ര ഷാർപ്പായിട്ട് ഇങ്ങനെ നോക്കാൻ പാടില്ല കേട്ടോ. അത് അയാൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. സോറി. അപ്പം ആരതി ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ ചോദിക്കുകയാണ്, ഇതെന്ത് പറ്റിയതാ എന്ന് ചോദിച്ചു. കിച്ചനിലെ അമ്മയെ സഹായിക്കായിരുന്നു, വേഗം തന്നെ അറിയാതെ തന്നെ കറിക്കത്തി കയ്യിൽ കൊണ്ടു. നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റിച്ച് ഇടാം എന്ന് പറഞ്ഞു. അയ്യോ, സ്റ്റിച്ച് വേണ്ട എന്ന് പറഞ്ഞ് ആരതി കരയാൻ തുടങ്ങി. ചേച്ചി, സ്റ്റിച്ച് വേണ്ടാന്ന് പറ ചേച്ചി എന്ന് പറഞ്ഞു. സ്റ്റിച്ച് വേണ്ടാന്ന് പറ, ആരതി ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ കൈയിൽ സ്റ്റിച്ച് ഇടണ്ട എന്ന് പറഞ്ഞു ആരതി അവിടെ കിടന്ന് അങ്ങ് വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതെ, പറ,
ഡോ നിർത്തടോ എന്ന് പറഞ്ഞു. കരച്ചിൽ നിർത്താൻ പറഞ്ഞു ഡോക്ടർ. അപ്പം തനിക്ക് എത്ര വയസ്സുണ്ട് എന്ന് ചോദിച്ചു. അതെ 18. 18ഒന്നും അല്ല, അതിൽ കൂടുതൽ തോന്നും എന്ന് പറഞ്ഞു. അപ്പം ആരതിയുടെ കണ്ണ് മിഴിഞ്ഞു പോയി കേട്ടോ. അതെ, താൻ എന്താടോ 5 വയസ്സ് തികച്ചില്ലാത്ത ഇള്ളവാവയാണോ ഇങ്ങനെ കരയാനായിട്ട്? നാണം ആവില്ലേ? ഇമ്മാതിരി ഷോ കാണിക്കാൻ നിനക്ക് നാണം ആകുന്നില്ലേ എന്ന് ചോദിച്ചു. താൻ ഇങ്ങോട്ട് കയറിയിരുന്നേ എന്ന് പറഞ്ഞു. അവസാനം വേറെ വഴിയില്ല. അപ്പം ആരതി അവിടെ കയറിയിരിക്കുകയാണ് പേടിച്ച്. താൻ വീട്ടിലും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. നിസ്സാര കാര്യത്തിനൊക്കെ താനിങ്ങനെ കരച്ചിലും ബഹളമാണോ? ആരതിക്ക് ഇഞ്ചക്ഷൻ പേടിയാ എന്ന് പറഞ്ഞു. എടോ, നമ്മളൊന്നിനെയും പേടിക്കാൻ പാടില്ല കേട്ടോ. എന്താ കാര്യമെന്ന് തനിക്കറിയോ? ഒരു ഫിയർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ബലഹീനതയാണ്. തനിക്ക് ഏത് കാര്യത്തിലാണോ ഏറ്റവും കൂടുതൽ പേടി, ആ കാര്യം താൻ ചങ്കൂറ്റത്തോടെ ചെയ്ത് ശീലിച്ച് നോക്ക്. അപ്പോൾ തൻ്റെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ അമേസിങ് ആയിരിക്കും. താൻ കണ്ടോ? ലൈഫിൽ എന്ത് വേണമെങ്കിലും വന്നോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് തയ്യാറായിരിക്കണം. അത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ കൈ മുറിഞ്ഞു. അതെ, കയ്യിൽ ഒരു 3-4 സ്റ്റിച്ച് ഇടുമായിരിക്കും. ഇതൊക്കെ നിസ്സാരം, സിമ്പിളെന്ന് പറയാൻ പറ്റും. തൻ്റെ കയ്യിലൊന്ന് അറ്റുപോയിരുന്നെങ്കിലോ? താൻ ചിന്തിച്ച് നോക്കിയേ. അറ്റുപോയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറക്റ്റായിട്ട് ഇവിടെ എൻ്റെ അടുത്തേക്ക് വന്നിച്ചാൽ മതി. ഒരു പ്രശ്നമില്ലെന്നേ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ത്രില്ലാട്ടോ. എന്താണെന്നറിയോ? രോഗിയുടെ ജീവൻ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു ഡോക്ടർ. അതാണ് കേട്ടോ. അതൊരു വേറെ ലെവൽ ത്രില്ല് തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു IAS കാരനാക്കണമെന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ സമ്മതിക്കുമോ? സമ്മതിച്ചില്ല. പിന്നീണ്ടല്ലോ അവസാനം അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അത് മാത്രമാണോ? അച്ഛൻ്റെ കാര്യം വലിയ കോമഡി ആട്ടോ. എന്താണെന്നറിയോ? ഈ അച്ഛൻ അറ്റാക്ക് വന്നത് അപ്പം രക്ഷിച്ചത് ആരാന്നറിയോ? ഈ ഞാൻ തന്നെയാ, അല്ലാണ്ട് ആരാ? അപ്പം ആരതി ഇവൻ്റെ മുഖത്തുനിന്ന് കണ്ണ് പറിക്കുന്നില്ല. ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഡോക്ടർ. ആരതിയുടെ നോട്ടം കണ്ടപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കിക്കാണും. ഇവർ രണ്ടുപേരുടെ ആരതിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുപോലെ തോന്നി. അത്ര നേരം ഇഞ്ചക്ഷൻ വേണ്ട, സ്റ്റിച്ച് വേണ്ടെന്ന് പറഞ്ഞ ആൾ ഒന്നും അറിയുന്നില്ല. ഇയാളുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിയ പടി ഇരിക്കണം. അവസാനം ഗൗരിക്ക് അതിശയം തോന്നി, ഇതെന്താ ഇവൾ ഇങ്ങനെ ഇരിക്കണതെന്ന്. അപ്പം ഗൗരി പെട്ടെന്ന് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഈ ഡോക്ടറും നവീനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്ന് ചോദിക്കണോ? വേണ്ട എന്ന് ഗൗരി വെച്ചു. ആളൊരു പ്രത്യേക ക്യാരക്ടറാണെന്നാണ് തോന്നുന്നത്. വേണ്ട എന്ന് തീരുമാനിച്ചു. ഈ ഡോക്ടർക്ക് നവീനുമായിട്ട് ഇത്രയും സാമ്യത എങ്ങനെയാണ് വന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നറിയാത്ത രീതിയിൽ. പിന്നെ അപ്പോൾ ഇത് ആരതിയും കൂട്ടിക്കൊണ്ടുവാ. ആരതി, സ്റ്റിച്ച് ഇട്ടപ്പോൾ നീ കരഞ്ഞില്ലല്ലോ, എന്തു പറ്റി? എനിക്ക് വേനെടുത്തില്ല, അതുകൊണ്ട് കരഞ്ഞില്ല. അതോ നീ ആ ഡോക്ടറുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് വേദന അറിയാഞ്ഞതാണോ? വെറുതെ എന്നെ കളിയാക്കല്ലേ. അതെ, മറ്റന്നാൾ വീണ്ടും വരാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരതിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. അയ്യടാ, നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ല, കയ്യിലെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, മനസ്സിലായോ? അപ്പം ആരതി ഒന്ന് ചിരിച്ചു. അതെ, അപ്പോൾ നിൻ്റെ മുഖത്ത് നാണമൊക്കെ വരുമല്ലേ? വെറുതെ എന്നെ ട്രോളാതെ ഒന്ന് അടങ്ങെൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഓട്ടോ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുമ്പോഴത്തേനും, ചേച്ചി ചേച്ചി അവിടെ ഒരു കരിക്കട ഉണ്ടല്ലേ, നമുക്ക് ഓരോ കരിക്ക് കുടിച്ചിട്ട് അങ്ങ് പോയാലോ? എനിക്ക് നല്ല ദാഹം. വാ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ അതേ കരിക്ക് വാങ്ങിച്ചിട്ട് ഇത് ചേച്ചി കുടിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, നീ കുടിച്ചോ എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് ഇത് കുടിക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കേണ്ട ആവശ്യം എന്താ എന്ന് ചോദിച്ചു. ആരും ഒന്നും കാണുന്നില്ലെന്നാണോ വിചാരം? ആരും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് വിചാരിക്കുന്നത്? സ്നേഹമുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പട്ടിണി കിടക്കുന്നതെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. അയാളെപ്പോലെ ഒരുത്തിന് വേണ്ടിയിട്ട് എൻ്റെ ചേച്ചി പട്ടിണി കിടക്കണ്ട. ഈ കരിക്ക് കുടിച്ചേ എന്ന് പറഞ്ഞു. പിടിക്കുക, എൻ്റെ കൈ വേദനിക്കുന്നേ, അതല്ലേ പറഞ്ഞത്? അപ്പം സന്തോഷത്തോടെ തന്നെ ഗൗരി അത് വാങ്ങി. അപ്പോൾ വേണ്ട പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും അതുപോലെ തന്നെ ഐത്തും ജോജുവാണ്. അപ്പോൾ ഇവന്മാരും ഇങ്ങനെ എന്താ പറയുക, അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നെങ്കിലും ഒരു സമാധാനവും ഇല്ലാതെ നിൽക്കുകയാണ് നമ്മുടെ ശങ്കർഭായി. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഗൗരി ഇല്ലാതെ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അവിടെ എല്ലാവരും ഗൗരിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണത്. അത് കേൾക്കുമ്പോൾ ഒരു സുഖമില്ലടാം. എൻ്റെ പ്രശ്നം എന്താണെന്ന് അവർക്ക് ആർക്കും മനസ്സിലാവണില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുക? എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ലടാ. ഏട്ടത്തി ഇപ്പോൾ ശങ്കർഭായി ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലടാ എന്ന് ചോദിച്ചോ. ശങ്കർഭായിയുടെ അതേ അവസ്ഥയായിരിക്കും നമ്മുടെ ഏട്ടത്തിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവരിങ്ങനെ നോക്കുമ്പോഴത്തേനും അങ്ങോട്ട് നോക്കി, നമ്മുടെ ഏട്ടത്തിയല്ലേ കരിക്ക് കുടിക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവന്മാർ ഇവിടെ നിൽക്കുന്നത് ഇവർക്കും കണ്ടില്ല, അവരും കണ്ടില്ല, രണ്ടുപേരും പരസ്പരം കണ്ടില്ല. നമ്മുടെ പെങ്ങളൂട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഇവിടെ നിന്ന് കരിക്ക് കുടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. ഹലോ എന്ന് വിളിച്ചു.
അപ്പം ഇയാൾ ഇങ്ങോട്ട് വന്നു. ഇയാൾ വന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഗൗരി സംസാരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് സംസാരിക്കുന്ന കണ്ടപ്പോഴത്തേനും ഇവനിങ്ങനെ ഉണ്ടോ, ഏതാടാ ആ ചുള്ളൻ, അവനോട് നല്ല ഹാപ്പി ആയിട്ടാണല്ലോ എൻ്റെ കിടാവ് സംസാരിക്കണത്. അവൻ ആ ഹെൽമെറ്റ് അങ്ങോട്ട് മാറ്റിയിരുന്നെങ്കിൽ ആരാണെന്ന് ആരെന്ന് വ്യക്തമാക്കായിരുന്നു. അപ്പം വേഗം തന്നെ ഇവൻ ഹെൽമെറ്റ് ഊരി, ദേണ്ടായിത്തേ അവൻ ഹെൽമെറ്റ് മാറ്റാൻ പോവാ എന്ന് പറഞ്ഞു. അപ്പം വേഗം തന്നെ ഇവൻ ഹെൽമെറ്റ് മാറ്റി. ഇത് കണ്ടപ്പോഴത്തേന് ഇവന്മാരൊന്ന് ഞെട്ടി തരിച്ചുപോയി. ഇത് അവനല്ലേ എന്ന് ചോദിച്ചു. കന്നാലി, ഇത് അവനല്ലേ ആ ഫാമിലി ഫ്രണ്ട്? അതേട്ടോ, അതേ ശങ്കർഭായി, ഇത് അവൻ തന്നെയാ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ജോജുവിനൊരു സംശയം, ഇത് അവനാണോ? എനിക്ക് ചില ഡൗട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇനി അവനാണെന്ന് ഉറപ്പാണോ? എന്താടാ ജോജു നിനക്ക് ഡൗട്ട്? ഇത് അവൻ തന്നെയാ ശങ്കർഭായി, അവൻ്റെ പഴയ ലുക്കിലല്ല കേട്ടോ, അതുപോലെ തന്നെ പുതിയ ലുക്കിലാണ് വന്നിരിക്കുന്നത്. ലുക്ക് മാറിയ ആളെ മനസ്സിലാവില്ലെന്നാ ആ തെണ്ടി വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട അവൻ ഹെൽമെറ്റ് തലയിൽ വെച്ചു. എന്നിട്ട് അതും വെച്ച് പോകാൻ തുടങ്ങും കേട്ടോ. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. ശങ്കർഭായി ഏടത്തിൽ തമ്മിൽ നമ്മുടെ ചേർച്ചയിലല്ലെന്ന് അവനിപ്പോൾ അറിയാട്ടാ. ആ ഈ ഗ്യാപ്പിൽ കയറി ഗോളടിക്കാൻ വന്നിരിക്കുക ആ ഫ്രോഡ്. അത് തന്നെയാ സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സംസാരിച്ചിരിക്കും. മനസ്സിലായടാ ആദ്യത്തെ ജോജു, ആ വാഷ് ഔട്ട് ഫാമിലി ഫ്രണ്ട് അല്ലേ? ആ നാറിയുടെ സൈക്കോളജിക്കൽ മൂവ് അതെനിക്ക് മനസ്സിലായിട്ടാ. വാടാ, ഇവൾ അതിന് സപ്പോർട്ടും. എന്നാൽ പിന്നെ ഒരെണ്ണം കൊടുത്തിട്ട് തന്നെ അവൻ്റെ ഒരു ഒടുക്കത്തെ സൈക്കോളജി ഞാനിന്ന് തീർത്തു കൊടുക്കൂട്ടോ. അവനെ ഞാൻ ചവിട്ടി കൂട്ടും ഞാൻ റാസ്കലിനെ എന്ന് പറഞ്ഞ ഇവന്മാർ 3 പേരോട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമ്പോഴത്തേനും ആ സ്കൂട്ടർ അങ്ങ് വിട്ടുപോയി. അപ്പോൾ ഓടിച്ചെന്നു. അവൻ പോയടി എന്ന് ചോദിച്ചു. ആ ഫാമിലി ഫ്രണ്ട് പോയടി എന്ന് ചോദിച്ചു. ശങ്കർ ഭയങ്കര ഇതിലാണ് ഊട്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവൻ എന്തിനാടി ഇപ്പോഴും നിൻ്റെ പിന്നാലെ നടക്കണത് എന്ന് ചോദിച്ചു. അവനിങ്ങനെ പുറകെ നടക്കുമ്പോൾ നിനക്കൊരു കുളിർമയൊക്കെ ഉണ്ടല്ലോടി, ഒരു സുഖം. അപ്പം നോക്കുമ്പം അവിടെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, അയലൊക്കത്തെയും ചായക്കടയിലൊക്കെ. ശങ്കർ, അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നതാണോ നീ ചെയ്യണതാണോ അനാവശ്യം? ഞാൻ പറയൂടി, ഞാൻ പറയാം. ഞാൻ എന്തിനാ മിണ്ടായിരിക്കണത്? ഞാൻ നിൻ്റെ തെറ്റ് കണ്ടുപിടിച്ചപ്പോൾ നിനക്ക് പൊള്ളണുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പം അയത്ത് പറയാ, ശങ്കർഭായി നമുക്ക് ജസ്റ്റ് മാറുന്ന സംസാരിക്കാം കേട്ടോ, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ശങ്കർഭായി. അറിയട്ടാ, എല്ലാവരും അറിയട്ടെ, ഒരു ഭർത്താവിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവരും അറിയട്ടെ. ഞാൻ നിൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചല്ലോടി. നിന്നോടുള്ള സ്നേഹം കാരണം ഞാൻ ഭ്രാന്ത് പിടിച്ച് എത്രയോ തവണ നിൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നു. എൻ്റെ അപ്പം വരുമോ എന്ന് ഗൗരി എന്ന് എത്ര തവണ കെഞ്ചി. അതെങ്ങനെയാ? എൻ്റെ കൂടെ വന്നാൽ നിനക്ക് തോന്നിയ പോലെ ചുറ്റിയടിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. ശങ്കർ, എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നില്ലേ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ആഹാ, അപ്പം നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അപ്പം എൻ്റെ കെട്ടിയോളാ നീയെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലേ? എന്നിട്ടാണോടി നീ ഈ വൃത്തികേടൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഞാൻ എന്ത് വൃത്തികേട് കാണിച്ചെന്നാ എനിക്കും മനസ്സിലായില്ല. നീയൊന്നും മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കില്ല. അഭിനയത്തിൻ്റെ കാര്യത്തിൽ മിടിക്കുകയാണല്ലോ. നിനക്ക് ഫാമിലി ഫ്രണ്ടിനോട് ചിരിച്ച് വർത്താനം പറഞ്ഞ് അവനെ കൊഞ്ചിച്ച് നടക്കണം, അതല്ലേ നിൻ്റെ ഉദ്ദേശം? അതുകൊണ്ടല്ലേടി നീ എൻ്റെ അച്ഛനോടും അമ്മയോടും പോലും മാപ്പ് പറയാൻ തയ്യാറാവാത്തത്. അവനോട് മാപ്പ് പറയാൻ തയ്യാറായാല അപ്പം നിനക്കെൻ്റെ വീട്ടിലേക്ക് വരേണ്ടി വരും. അങ്ങനെ സംഭവിച്ചു പോയാൽ നിനക്ക് ഫാമിലി ഫ്രണ്ടുമായിട്ട് ചുറ്റിയടിച്ച് തോന്നുന്ന പോലെ നടക്കാൻ പറ്റില്ലല്ലോ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടോ, നിന്നെ ഈ നാലഞ്ച് തിരിഞ്ഞടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇങ്ങനെ പ്രതികാരം ചെയ്യരുത്. ശങ്കർ, ഇത്രയും വൃത്തികെട്ടവനാവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയണത് എന്ന് ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് എൻ്റെ ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത്? എൻ്റെ ചേച്ചി നിങ്ങളുടെ വീട് വിട്ട് പോരേണ്ടി വന്നത് നിങ്ങൾ കാരണമല്ലേ എന്ന് ചോദിച്ചു ആരതി. ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതിനിടയ്ക്ക് സംസാരിക്കാൻ നീ ആരടി പെങ്ങളൂട്ടി? നീ മിണ്ടാതെ അപ്പുറത്തേക്ക് സൈലൻ്റായിട്ട് മാറി നിന്നോണം. ആരതി, നീ ഇപ്പം ഇയാളോട് സംസാരിക്കാൻ പോകണ്ട. അതെ, ആരതി ഒന്നും സംസാരിക്കണ്ട. പക്ഷേ നീ സംസാരിച്ചേ പറ്റൂ ഗൗരി. നിൻ്റെ ഉദ്ദേശം എന്തുട്ടാന്ന് എനിക്കറിയണം. ചേച്ചി വന്നേ, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവർ പോകാൻ തുടങ്ങിയപ്പം ഗൗരിയുടെ കൈക്ക് കയറി പിടിച്ചു. നീ പോണതൊന്ന് കാണണല്ലോടി മോളെ. നീയേ എൻ്റെ കൂടെ തൃശ്ശൂർക്ക് വരണം. ഗൗരി, വരണം എന്ന് പറഞ്ഞാൽ വരണം, അത്രേ ഉള്ളൂ. ശങ്കർ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ കൈവിട്. ഇല്ല കേട്ടോ, ഞാൻ വിടില്ല. ഇത് ഞാനേ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് പിടിച്ച കയ്യ എന്ന് പറഞ്ഞ കൈക്ക് കയറി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.